ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഒരു വർഷമല്ല 1.5 വർഷം എന്തോ പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടിക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എന്തായാലും കൊച്ചിയിലുള്ളവരോ അല്ലെങ്കിൽ ഗേൾസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറേ നാൾ ഒരു ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് കുറേ അടിയും വഴക്കുണ്ടാവും. ആ ഗ്രൂപ്പിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടാവും. അങ്ങനെ ഫൈനലി എനിക്കറിയാം കുറച്ച് വെളിച്ചം കുറവുണ്ട് ഇവിടെ. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഫൈനലി വി ആർ ഗോയിങ് ടു വണ്ടർലാ. കാലുകൾക്ക് ശേഷം 1.5 വർഷത്തെ പ്ലാനിങ്ങിന് ശേഷം വിശേഷങ്ങൾ അവിടെ വെച്ച് അപ്പൊ നമ്മള് ഊബറിൽ പോയിക്കൊണ്ടിരിക്കുക. മോള് പറഞ്ഞു അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങള് കാണിച്ചു തരാം. ഞാൻ ഫോണിന്റെ പറ്റി കവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മാക്സിമം വെള്ളത്തിലൊക്കെ ഇറങ്ങി വീഡിയോ എടുക്കാം. ബിക്കോസ് ഞാൻ ലാസ്റ്റ് വണ്ടർലാ വ്ലോഗ് അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റി. ഐ മീൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ. വണ്ടർലയിൽ എത്തി. ആൻഡ് ഇനി നമുക്ക് ഡ്രസ്സ് ലോക്കറിൽ വെക്കണം. പിന്നെ ഫസ്റ്റ് ലാൻഡ് റൈഡ്സ് പോകണം. ഇപ്പം തന്നെ ഏകദേശം 12 മണി 12:30 ആയി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ വെക്കാം. കുഞ്ചു ഇങ്ങോട്ട് നോക്ക്. നമ്മളിങ്ങനെ ലാൻഡ് റൈഡ്സ് ഒക്കെ നോക്കി നടക്കുകയാണ്. അപ്പം ഐശ്വര്യ പറഞ്ഞു ഫസ്റ്റ് കാർ ഓടിക്കണം. ഞാൻ ഇതുവരെ മുമ്പ് വന്നപ്പോഴും മാമപ്പിന് വേണ്ടി കാർ ഓടിക്കണം. പക്ഷെ ഞാൻ മുമ്പ് വന്നപ്പോഴും ഞാൻ കാർ ഓടിച്ചിട്ടില്ല. സോ വിൽ ട്രൈ. ഫ്രണ്ടിൽ പോകുന്നു. നമ്മൾ ഇതാ പോവുകയാണ്. നമ്മളിങ്ങനെ കാറിലോട്ട് കുറച്ച് ഡ്രസ് ഒക്കെ ചെയ്തിട്ട് വരാം. അവളുടെ പുറകില് അത് വാസ് ഫൺ. റീ ആദ്യമായിട്ടാണ് കാർ ഓടിക്കുന്നത്. ഐശ്വര്യ ഒറ്റക്കൈയിലൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു അല്ലേ? കൊള്ളായിരുന്നു. ഇറ്റ് വാസ് ഫൺ. ഇനി നമ്മളിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഓരോ റൈഡ് ഇങ്ങനെ കയറി ഇങ്ങനെ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. ഒരു റൈഡിൽ കയറിയിട്ട് 2 റൈഡിൽ കയറി. ഫസ്റ്റത്തത് ഭയങ്കര ശോകമായിരുന്നു. മറ്റേ മേലെ പോയിട്ട് ജസ്റ്റ് കാഴ്ചകൾ കണ്ടുവരാം. അതിൽ ആക്ച്വലി കയറേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അതങ്ങനെ. ആക്ച്വലി കുറേ നേരെ കയറും. നമ്മൾ വരുമ്പോഴത്തേക്കും ഇവരൊന്ന് തുടങ്ങും. നമ്മളിവിടെ നിൽക്കുമ്പം ആൾ വരികയില്ല. അടുത്തത് കയറാൻ പോകുന്ന റൈഡ് ഈസ് ദിസ്. ഇതിൽ ഞാൻ ഇത് മുമ്പ് വന്നപ്പോഴും കയറിയിട്ടില്ല. ഒന്നും ഒട്ടും ഒരു ഇതില്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല. നോക്കിയാൽ ഒരു
ഇവക്കല്ല കേട്ടോ. ഇതേ ഐശ്വര്യയും ചിപ്പി ചേച്ചി ഇതേ ഒരു റൈഡിൽ കയറി തലകുത്താൻ നിന്നപ്പോഴത്തേക്ക് ഇതേ ഇരിക്കുന്ന അന്നേരെ പറഞ്ഞതാണ്. എന്ത് പറഞ്ഞതാ? മറ്റേ ഛർദ്ദിക്കാനുള്ള മരുന്ന് വാങ്ങിക്കാൻ എനിക്ക് വാങ്ങിച്ചില്ല. എന്നിട്ട് ഇതേ പോയി എന്താണ് ഐശ്വര്യയെ? ഐശ്വര്യയും ചിപ്പി ചേച്ചിയും പിന്നെ ഒരു സ്ഥലത്ത് ഒതുങ്ങിയുണ്ട്. മിക്ക റൈഡ്സിലും ഞാനും റിയയും കൂടെയാണ് ചാടി വലിഞ്ഞ് കയറിയത്. എനിക്ക് പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര വലിയ എന്താണെങ്കിലും എനിക്ക് കയറണം. എനിക്ക് അങ്ങനത്തെ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുക, എനിക്ക് അങ്ങനത്തെ ഒരു സാധനമില്ല. എനിക്ക് അവിടെ ഏറ്റവും അഡ്രിനാലിൻ റഷ് തരുന്ന റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാണ് ആദ്യം പോയി കയറുക. എനിക്ക് അങ്ങനത്തെ സ്വഭാവമാണ്. ഫാനടിച്ച് നാശമായി. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവരെ രണ്ടുപേരെ കാണാതെ പോയി. നമ്മൾ കൂട്ടിക്കൊണ്ട് വന്ന് അപ്പോൾ മിസ്സിംഗ് പേഴ്സൺ നമ്പർ 1 കാണാനില്ല. നമ്പർ 2 ഞാൻ പറയുന്നില്ല. നോക്കണേ വീഡിയോ നമ്മളൊരു അടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. റിയയുടെ മുഖം കാണണം. റോളർ കോസ്റ്റർ നിറച്ച ആൾക്കാരായിരുന്നു. റോളർ കോസ്റ്ററിൽ കയറാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, 4 പേര്. ഈ റൈഡിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് അവിടുത്തെ ഒരു പുതിയ റൈഡായിരുന്നു. ആൻഡ് ദിസ് വാസ് സോ ഫൺ എന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ നിന്നിട്ടാണ് ഈ റൈഡ് ഉള്ളത്. അപ്പം നമ്മൾ കൂടുതൽ എല്ലാത്തിൽ ഇരുന്നിട്ട് കിടന്നിട്ടൊക്കെയുള്ള റൈഡായിരിക്കും, പക്ഷെ നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഐശ്വര്യനെ ഞാൻ വലിച്ച് കയറ്റി എങ്ങനെയൊക്കെ ഇതിനകത്ത്. എന്നിട്ട് അവളെ അമ്മ എനിക്ക് അച്ഛനെ കാണണം അമ്മേനെ കാണണം എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കുക, ജസ്റ്റ് എൻജോയ് ദ റൈഡ്. ബിക്കോസ് നമുക്ക് ഇതൊക്കെ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ എന്നും ഇതിൽ വലിഞ്ഞു കയറുന്നില്ല. അപ്പം അതങ്ങ് എൻജോയ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ റൈഡിൽ കയറി. ഇത് ആക്ച്വലി കുറച്ച് വൈകുന്നേരമാണ് നമ്മൾ കയറിയത്. ഇതൊരു ക്യൂട്ടായിട്ടുള്ള റൈഡായിരുന്നു. ലൈക്ക് അത്ര അഡ്രിനാലിൻ റഷ് ഉള്ളതല്ല, പക്ഷെ ഒരു ക്യൂട്ട് റൈഡായിരുന്നു. ആൻഡ് ഐ ജസ്റ്റ് ലവ് ഇറ്റ്.
And it's time for the water rides. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് വീഡിയോ മാത്രം എടുത്താൽ പോരല്ലോ, മര്യാദയ്ക്ക് ഞാൻ അവിടെ പിടിച്ചിട്ടിരുന്നിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ തലകുത്തിന് വീഴും. അതുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തോ ഐശ്വര്യ നിനക്ക് ഈ വാട്ടർ സ്പ്ലാഷിൽ ആക്ച്വലി നമുക്ക് കയറാൻ പറ്റില്ല. ബിക്കോസ് ഒട്ടുക്കത്തെ തിരക്കായിരുന്നു. അത്യാവശ്യം പറ്റുന്ന വാട്ടർ റൈഡ്സിലൊക്കെ നമ്മൾ കയറി. പിന്നെ ചിലതിലൊക്കെ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. എന്താ പറയുക, അപ്പോൾ നമ്മൾ എന്താ അത്രയും ടൈം അവിടെ വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ പിന്നെ വേവ് പൂളിലൊക്കെ പോയി. സത്യം പറഞ്ഞാൽ ഈ വണ്ടർലാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അതുകൊണ്ടൊന്നും ഇന്ന് കഴിക്കണ്ട എന്ന് വിചാരിച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. പക്ഷേ എന്താണെന്നറിയില്ല, വണ്ടർലെത്തിയപ്പോൾ ഒടുക്കത്ത വിശപ്പ്. ഞാൻ എന്തൊക്കെയൊക്കെയോ കഴിച്ചു. ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണി കഴിച്ചു. അതിനുശേഷം ഞാൻ ചിക്കൻ നൂഡിൽസ് 2 വട്ടമാണ് കഴിച്ചത്. ആൻഡ് ഹിയർ കംസ് മൈ ഫേവറേറ്റ് റൈഡ് ഓഫ് വണ്ടർല. ഞാൻ എപ്പോൾ വണ്ടർലയിൽ പോയാലും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ റൈഡാണ്. ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും ഈ റൈഡിലാണ്. ഞാൻ കരഞ്ഞ് കാറുമെങ്കിലും എനിക്കിതാണ് ഇഷ്ടം. ഞാൻ ഇപ്പോൾ ചിലർ പറയും എന്നിട്ട് നീ കരയാറില്ലേ? ഞാൻ കരയുകയും ചെയ്യും, ഞാൻ എന്നാൽ കയറുകയും ചെയ്യും. എനിക്കതൊക്കെ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഈ റൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തല കറക്കി തിരിച്ചിടുന്ന ഒരു റൈഡാണ്. അപ്പോൾ എനിക്ക് റോളർ കോസ്റ്ററിനെക്കാട്ടും സത്യം പറഞ്ഞാൽ ഇതാണ് ഇഷ്ടം. ഇത് പക്ഷേ നമുക്ക് കുറച്ച് ലാസ്റ്റിലേക്കാണ് കയറാൻ പറ്റിയത്. എനിവേ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ കറുത്തൊരുമാതിരിയായി. ഇഫ് യു ആർ പ്ലാനിങ് എ വണ്ടർല ട്രിപ്പ്, മാക്സിമം നിങ്ങൾ വീക്ക് ഡേ ചൂസ് ചെയ്യുക. വീക്കെൻഡ് ചൂസ് ചെയ്യാതിരിക്കുക. ബിക്കോസ് വീക്കെൻഡ് ചൂസ് ചെയ്താൽ വെയിലും ഉണ്ടാവും, നിങ്ങൾ ക്യൂ നിന്ന് മടുക്കും. ഇതാവുമ്പോൾ നമുക്ക് അധികം ക്യൂ ഇല്ലാതെ എല്ലാ റൈഡിലും കയറാം. കുഞ്ചു 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 7 മണി വരെ സമയമുള്ളതുകൊണ്ട് നമ്മൾ ചില റൈഡ്സിലൊക്കെ ഒന്നുകൂടെ പോയി വലിഞ്ഞ് കയറി. ആൻഡ് നമ്മൾ ഇറങ്ങാൻ നിന്നപ്പോൾ ഒരു DJ ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇച്ചിരി നേരം നോക്കി നമ്മൾ ഇറങ്ങുവാണ്. ഇറ്റ് വാസ് എ ഫൺ ട്രിപ്പ് വിത്ത് മൈ ഗേൾസ്. ഇനി എപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ അതൊരു മെമ്മറി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം രഞ്ജിമ AR. ലവ് യു ഗൈസ്.